Hi friends, welcome back to jaya'srecipes. ഇപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ഒപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു മത്തങ്ങ കൊണ്ടുള്ള ഒരു ഡ്രൈ കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണിത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാം അതായത് ഒരു 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മത്തങ്ങ എന്ന് പറഞ്ഞാൽ അധികം പഴുക്കാത്ത മത്തങ്ങ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അധികം മഞ്ഞ നിറമൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പിന്നെ അധികം മഞ്ഞ നിറമായി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലുള്ള മത്തങ്ങയാണ് എപ്പോഴും എടുക്കാറ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നല്ല മഞ്ഞ നിറമുള്ള മത്തങ്ങ എടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് തൊലി കളഞ്ഞിട്ട് ഞാനിത് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ തൊലി ഇങ്ങനെ അധികം കട്ടിയില്ലാത്തതാണെന്ന് വെച്ചാൽ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല കട്ടിയുള്ളതാവുക കാരണം ഞാൻ തൊലി കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഓലനൊക്കെ മുറിക്കില്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെത്തിയെടുത്താൽ മതി. ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇത് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എത്രയും നമുക്ക് സാധാരണ വേണ്ട വെച്ചാൽ ആ ഒരു രീതിയിൽ എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടാണ് സാധാരണ ഈ ഒരു കറി ഉണ്ടാക്കുക. ഇനി എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കണം. ഈ ഉലുവയുടെ ഫ്ലേവറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഉലുവ എന്തായാലും ചേർക്കണം, 1 ടീസ്പൂൺ. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കുറച്ച് കായം ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുക. കായത്തിൻ്റെ ഫ്ലേവർ ഇതിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ ആ നുറുക്കി വെച്ച മത്തങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക, മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് അടച്ചു വയ്ക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കില്ല. ഈ മത്തങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം മാത്രമാണ്, അതുകൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പകുതി വേവ് വരുമ്പോൾ, ഇത് വേവ് കുറച്ച് കൂടുതലായിരിക്കണം, ഇത്രയും ആവണ്ട. ഒരു പകുതി വേവ് ആവുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കും. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുക. ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവായിട്ട് മഞ്ഞൾപ്പൊടി കൂടിയും ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു പകുതി പിന്നെ വേവ് വരുമ്പോഴാണ് കേട്ടോ ഇത് പിന്നെ മസാലപ്പൊടി ചേർക്കുന്നത്. ഞാൻ അടച്ചു വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ വെന്ത് പോയി. ഇത്രയും വേവ് വേണ്ട. എന്നിട്ട് ഇതൊന്നും കൂടി അടച്ചു വെക്കണം. എന്നിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് സൈഡിലൊന്നും ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് ഇതിന്. അപ്പോൾ പകുതി വേവ് ആവുമ്പോൾ നമ്മൾ മസാലപ്പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ വെന്തതിന് ശേഷം കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുക. അതായത് ഒരു ചെറിയൊരു പുളി ആവുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അതിനാണ് ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് എത്ര വേണ്ടച്ചാൽ ചേർക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ അഥവാ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്താൽ മതി. അതായത് ചെറുനാരങ്ങ നീര് കുറച്ച് ചേർക്കുക. ആ പുളിയും ആ മധുരം കൂടി ബാലൻസ് ആകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ അതൊന്നും ചേരില്ല. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അവസാനം കുറച്ച് മല്ലിയിലൊക്കെ വെതറുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ മത്തങ്ങ പൊതുവേ നമ്മൾ സാധാരണ അവിയൽ അല്ലെങ്കിൽ മോരൊഴിച്ച് കൂട്ടാൻ ഇതിനൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തി കറിക്കൊന്നും പൊതുവെ ആരും ഉണ്ടാക്കില്ല. പിന്നെ നമ്മൾ ബംഗാളി ഡിഷിലൊക്കെ മത്തങ്ങ ഉപയോഗിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും
ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നിങ്ങൾ സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ എണ്ണ കിനിഞ്ഞ് വരുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.